കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേരെ കൺസീവ് ആകാനായിട്ട് സഹായിച്ചിട്ടുള്ള കുറച്ച് ടിപ്സിനെ പറ്റിയിട്ടാണ്. ഇത് ഒരാൾ ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതല്ല. ഒരുപാട് പേര് ചാനലിൽ ഇങ്ങനെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് കൺസീവ് ആയതെന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കും. അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഇണക്കിക്കൊണ്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 5 മാസത്തോളമൊക്കെ കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയും സെമൻ്റെയും എഗ്ഗിൻ്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 4 ടിപ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആ 4 എണ്ണം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിലെ ഓരോ ടിപ്സും ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്ന ടിപ്സാണ്. ഹോം റെമഡീസ് ആണ്. ഹോമിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്കിത് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ടും സാധിക്കും. മോർ ദാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2000-ലധികം ആളുകൾ പ്രഗ്നൻസി സക്സസ് ആയി എന്ന് പറയുന്നവരുണ്ട്. പറയാതെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഡെലിവറി കഴിഞ്ഞിട്ട് ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ഹാപ്പിയസ്റ്റ് പ്രഗ്നൻസി കിട്ടുന്നതിന്, നല്ലൊരു കുഞ്ഞിനെ കിട്ടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ എല്ലാവരും ഫോളോ ചെയ്ത ഏറ്റവും ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് സീഡ് അഥവാ കരിഞ്ജീരകം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എള്ളിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ ഇരിക്കുന്ന, കാണാൻ എള്ള് പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒന്നാണ് ബ്ലാക്ക് സീഡ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് സ്മെല്ലിൽ വ്യത്യാസം ഉണ്ടാവും, വലിപ്പത്തിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമുക്ക് പ്രൊഫഷണൽ സ്റ്റോറുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. നമ്മൾ ക്ലോസ് വാട്ടർ അഥവാ ഗ്രാമ്പു വെള്ളം കുടിക്കുമ്പോൾ എത്രത്തോളം ബെനിഫിറ്റ് ആണോ കിട്ടുന്നത് അത്രയും തന്നെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാനായിട്ട് ഈ കരിഞ്ജീരകവും സഹായിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെനഫിഷ്യൽ ഫാറ്റി ആസിഡ് ആയിട്ടുള്ള omega-3, omega-6, omega-9 എന്നിവ ബ്ലാക്ക് സീഡിൽ അടങ്ങിയിട്ടുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കും പ്രഗ്നന്റ് ആയവർക്കും അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ ശരീരത്തിൽ omega-3യുടെ കണ്ടന്റ് അത്യാവശ്യമാണ്. ഇത് കുറഞ്ഞു പോകുമ്പോൾ പലർക്കും മിസ്കാരേജ് ഉണ്ടായി പോകുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കരിഞ്ജീരകം എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആകുക മാത്രമല്ല, അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോയി ലാസ്റ്റത്തെ ട്രൈമസ്റ്റർ വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രവർത്തനം ഇന്ന് മുതൽ തുടങ്ങുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇതിൽ പൊട്ടാഷ്യം ഉണ്ട്, അയേൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കരിഞ്ജീരകം എടുക്കുന്നതോടുകൂടി കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് PCOD ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. PCOD ഉള്ളവരുടെ ഒരു മിഥ്യാധാരണയാണ് ഇനി പ്രഗ്നൻസി ആകില്ല, പ്രഗ്നന്റ് ആകാനായിട്ട് തടസ്സം ഒരുപാട് ഉണ്ടാകും. PCOD ഉള്ളവരൊക്കെ ഒരുപാട് നാളുകൾ ട്രീറ്റ്മെന്റ് എടുത്താലേ പ്രഗ്നന്റ് ആകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. PCOD എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു 10 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 7 പേർക്കും PCOD ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലും നമ്മളിലോട്ട് കിട്ടുന്ന പല ഭക്ഷണങ്ങളിലും കെമിക്കൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ പലർക്കും PCOD ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിലുണ്ട്. PCOD ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക്, ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുന്നത് 21 ദിവസത്തിനും 35 ദിവസത്തിനും ഇടയിലായിരിക്കും നമുക്ക് നോർമൽ പീരീഡ്സ് വരുന്നത്. എന്നാൽ 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലുമാണ് നിങ്ങളുടെ പീരീഡ്സ് പോകുന്നതെങ്കിൽ അത് ഇറഗുലർ പീരീഡ്സ് ആണ്. എന്നാൽ 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലും ആയിട്ടാണ് നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നതെങ്കിൽ അത് ഇറഗുലർ പീരീഡ്സ് ആണ്. ഏതെങ്കിലും ഒരു ദിവസം പീരീഡ്സ് വരുന്നുണ്ട് എന്നല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളാണ്. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് ഫോളിക്കുലർ ഫേസിലും ലൂട്ടിയൽ ഫേസിലും വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെയും ഇംബാലൻസ് ഉണ്ടാകും. അണ്ടം കൃത്യമായിട്ട് വളരില്ല, അത് പൊട്ടില്ല. ചില ആളുകൾക്ക് പ്രൊജസ്ട്രോണിൻ്റെ നമുക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുത്താലും ചിലർക്ക് പൊട്ടാറില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ അവരിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണ്. അതെല്ലാം ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ക്യൂർ ചെയ്യുന്നതിനും സഹായിക്കുന്നു. അതായത് ഇപ്പോൾ ഓവറായിട്ട് ബ്ലീഡിങ് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഭയങ്കര കുറവായിട്ടാണ് ബ്ലീഡിങ് പോകുന്നതെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സ്പോട്ടിംഗ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു.
അതുപോലെ യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എൻഹാൻസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഓവറീസ്, ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, സെർവിക്സ്, വജൈന ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് ഇന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. അതിനേക്ക് അവയെ എത്തിച്ചു കൊണ്ടുപോകുന്നതിന് കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കുന്നത് ബെനഫിഷ്യലാണ്. അതായത് സെക്ഷൽ ഹെൽത്ത് അവരുടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് പേർക്ക് അവരുടെ ബിസി ഷെഡ്യൂൾ പോകുമ്പോഴേക്കും എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് ഒരു ഡേറ്റ് കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുമ്പോഴേക്കും ആ ദിവസത്തെ അത്രത്തോളം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പല പുരുഷന്മാർക്കും സാധിക്കുന്നില്ല. കാരണം എന്തോ ഒരു സ്വിച്ച് ഇടുമ്പോൾ പ്രവർത്തനം നടക്കുന്ന രീതിക്ക് പലരും മാറിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. സെക്ഷൽ ഹെൽത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ സെമന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും ഇത് സാധിക്കുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗിൽ വെറും വയറ്റിൽ നിങ്ങളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ലതുപോലെ വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതിട്ടിട്ട്, അതായത് നിങ്ങൾ ഒരു കലം വെള്ളത്തിൽ തിളപ്പിക്കാനല്ല കേട്ടോ, നിങ്ങൾക്ക് കുടിക്കാൻ വെക്കുന്ന വെള്ളത്തിലോ അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, അതായത് നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അത് ഒരു ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് നിങ്ങൾ ഒറ്റയടിക്ക് കുടിക്കുക. അത് രാവിലെയും അതുപോലെ വൈകുന്നേരവും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാടൊന്നും നിങ്ങൾ ഇതിന് കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ബെനഫിറ്റ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ കൃത്യമായിട്ട് കരിഞ്ജീരകത്തിന്റെ സത്ത് എത്തണം. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ കുടിക്കുക. കരിഞ്ജീരകത്തിന്റെ വെള്ളം തിളപ്പിച്ചിട്ടാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ ആ വെള്ളം നല്ലതുപോലെ തിളച്ച് മറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ടാണ് ഒരുപാട് പേർക്ക് പ്രഗ്നൻസി കിട്ടിയത്. രണ്ടാമത് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തിട്ടൊരു കാര്യമാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. ഉണക്കമുന്തിരി എന്ന് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ഉണക്കമുന്തിരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഉണക്കമുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണക്കമുന്തിരി കഴിക്കുന്നതോടെ നിങ്ങൾക്ക് ഓവുലേഷൻ സംഭവിക്കും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഉണക്കമുന്തിരി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങി. ഇത് നമ്മുടെ ബോഡി, നമ്മുടെ ഹെയർ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നമ്മുടെ സ്കിന്ന് ഇതൊക്കെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. സ്ത്രീകൾക്കുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് സ്ത്രീ ശരീരം ഡിറ്റോക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും അതുവഴി PCOS, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിള്, ബ്ലഡ് ക്ലോട്ട്സ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമ്മളുടെ അനീമിയ വരുന്നത് ക്യൂർ ചെയ്യുന്നതിനും നമ്മളിൽ അയൺ, വിറ്റമിൻ, കോപ്പർ തുടങ്ങി റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. നമുക്ക് അനീമിയ വരുന്നത് ഇത് തടയുന്നു. അതുപോലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെക്ഷൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് കൺസംഷന് വേണ്ടിയിട്ട്, അതായത് കൺസെപ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു, അമ്മയാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള അമിനോ ആസിഡ് ഇതിലുള്ളതുപോലെ തന്നെ ഇതിൽ L-ആർജിനിൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ യൂട്രസ്, ഓവറീസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ ബ്ലഡ് സപ്ലൈ കൂടുകയാണെങ്കിൽ തന്മൂലം നിങ്ങൾക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും. യൂട്രസിലോട്ടും ഓവറീസിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണോ അതിന്റെ ഗുണങ്ങൾ ശരീരത്തിലെ ആ അവയവങ്ങളിലോട്ട് കിട്ടുകയുള്ളൂ. അതിന് സപ്പോർട്ട് ചെയ്യുന്ന L-ആർജിനിൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ PCOD മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കൺട്രോൾ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഒരുപാട് പേര് പ്രിമെൻസ്ട്രൽ സിംറ്റംസും പീരിയഡ്സും അതുപോലെ പ്രഗ്നൻസിയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പോൾ ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഉണക്കമുന്തിരി വെള്ളം രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങളിപ്പോൾ വേറെ ടൈമിലാണ് എടുക്കുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഗുണം ശരീരത്തിലോട്ട് കൃത്യമായിട്ട് കിട്ടും. ഉണക്കമുന്തിരി നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് നല്ലതുപോലെ കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉണക്കമുന്തിരി കുതിരാൻ പാകത്തിന് മാത്രം വെള്ളം കൊടുത്തിട്ട് നിങ്ങളത് കുതിർത്തി വെക്കുക. അതിനുശേഷം ഓവർനൈറ്റ് അത് സോക്ക് ചെയ്ത് വെച്ചിട്ട്, അതായത് ഒരു രാത്രി ഫുള്ള് നിങ്ങളത് കുതിർത്താൻ വെച്ചിട്ട് രാവിലെ ആ വെള്ളവും ഉണക്കമുന്തിരിയും കൂടി കഴിക്കുകയാണെങ്കിൽ അത് ബെസ്റ്റാണ്. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമതായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള 3 ഡ്രൈ ഫ്രൂട്ടാണ്, അതായത് ഡ്രൈ ഫ്രൂട്ടും നട്ടും ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് അത്തിപ്പഴം അഥവാ ഡ്രൈ ഫിഗ് ആണ്. നിങ്ങളെല്ലാവരും അത്തിപ്പഴത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് ഡ്രൈ ഫിഗ്. അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലും നല്ല നല്ല ഡേറ്റ്സ് വിൽക്കുന്ന ഷോപ്സിലും ഒക്കെ ഈ ഡ്രൈ ഫിഗ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഡ്രൈ ഫിഗ് ഉപയോഗിക്കുമ്പോഴേക്കും അത് നമ്മൾ കുതിർത്തിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള
ഫോളിക് ആസിഡ്, അയൺ, കാൽഷ്യം, പൊട്ടാഷ്യം, സിങ്ക്, ഫൈബർ, വിറ്റമിൻ B6, വിറ്റമിൻ B1, വിറ്റമിൻ B12 എന്നിവ നിങ്ങളുടെ എഗ് പ്രൊഡക്ഷനും അതുപോലെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അവരുടെ സ്പേമിന്റെ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഓവറോൾ സെക്ഷൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നിങ്ങൾ കുതിർത്തിയിട്ട് ഡ്രൈ ഫിഗ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് കുതിർത്തി നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് 2-3 ഡ്രൈ ഫിഗ് എടുത്ത് നിങ്ങൾ കുതിർത്തിയിട്ടിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നത് നിങ്ങളുടെ എഗ്ഗിൻ്റെ ഗ്രോത്ത് അത്രത്തോളം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. വെറുതെ അത് വളർത്തിയെടുത്ത് പൊട്ടിക്കുകയല്ല, നല്ല ഗ്രോത്തോടു കൂടി നല്ല ക്വാളിറ്റിയോട് കൂടി ആ സ്പേമുമായിട്ട് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എംബ്രിയോ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രോത്തും സപ്പോർട്ടും അതിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നല്ല ഡ്രൈ ഫിഗ് നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ നോക്കി മേടിക്കുക കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ ഉണക്കമുന്തിരിയുടെ കൂടെ ആണെങ്കിലും സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ ബദാമും അതുപോലെ വാൾനട്ടും. ഈ ബദാമും വാൾനട്ടും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരും അതുപോലെ ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ. വാൾനട്ട് ഹ്യൂമൻ സെൽ ഫോർമേഷനും അതുപോലെ നമ്മളുടെ അണ്ടത്തിൻ്റെയും സ്പേമിൻ്റെയും ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഫോർമേഷനും DNA സ്ട്രക്ചറും ഒക്കെ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് ജനിതക വൈകല്യമൊന്നും ഇല്ലാതിരിക്കാനും അതുപോലെ അതിന് ആ 9 months സർവൈവ് ചെയ്ത് പുറത്തേക്ക് പോരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ വാൾനട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സ്പേമിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ മോർഫോളജി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ 3 ALA, EPA, DHA എന്നിവയെല്ലാം നമ്മുടെ ഏർലി സ്റ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ അതിനെല്ലാത്തിൻ്റെയും ഒരു സപ്പോർട്ട് വാൾനട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു. ഓവുലേഷനും അതുപോലെ പ്രഗ്നൻസി ഗ്രോത്ത് ഉള്ളതാകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടന്ന് കുഞ്ഞിന് ഓരോ ഡെവലപ്മെൻറ്റും, അതായത് ഫീറ്റൽ പോള്, യോക്ക് സാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹാർട്ട് ബീറ്റ് കൃത്യമായിട്ട് വരിക, ഓരോ മാസം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ഗ്രോത്ത് ഉണ്ടാവുക, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുക, ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് ഈ ഒരു വാൾനട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. വാൾനട്ടിൽ അത് മാത്രമല്ല അയൺ ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഇതെല്ലാം ബെനിഫിറ്റുകൾ നമുക്ക് ആ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും പ്രഗ്നൻ്റ് ആകുന്ന സമയത്തും നമുക്ക് വേണ്ടതാണ്. അതെല്ലാം ഇതിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആൽമണ്ട്, അതായത് നമ്മുടെ ബദാം, തൊലി കളഞ്ഞിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് തൊലി എടുത്ത് മാറ്റിയിട്ട് കഴിക്കുന്ന ബദാം. ഇത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒന്നിനും കൊണ്ടുവന്ന് തരാനായിട്ട് സാധിക്കില്ല. അത്രയും യൂസ്ഫുൾ ആണ് ബദാം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ഒമേഗ 3 ഉണ്ട്, ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. കുഞ്ഞിനുള്ള മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫോളിക് ആസിഡ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാ കണ്ടന്റും തന്നെ നമ്മളുടെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നീട് അടുത്തത് എല്ലാവരും ഫോളോ ചെയ്തത് ഒരു എക്സസൈസ് ആണ്. ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് കോബ്ര പോസ് ചെയ്തിട്ടുണ്ട്, ചിലർ ഫെർട്ടിലിറ്റി മസാജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഇതെല്ലാം എടുക്കുന്നതോടൊപ്പം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പണി കഴിയുമ്പോൾ ഞാൻ കിടന്നുറങ്ങുന്നു, പണി കഴിയുമ്പോൾ ഞാൻ ഫോൺ കാണുന്നു, ഇങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴേക്കും അതിലൊരു കമൻറ്റ് ആ കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, ലെഗ് അപ്പ് ദ വോൾ പൊസിഷൻ ചെയ്തിട്ടാണ് ചേച്ചി ഞാൻ ഈ വീഡിയോ കാണുന്നത്. അത്രമാത്രം നല്ലൊരു കാര്യമാണ് ആ ചെയ്തത്. കാരണം നമ്മൾ ഓരോ സമയവും നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്യാതെ എനിക്ക് കുഞ്ഞിനെ താ ദൈവമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താൻ ബാധി ദൈവം ബാധി. അതുപോലെ തന്നെ ഡോക്ടർ ബാധ ചെയ്യും, ബാക്കി നിങ്ങളും ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എക്സസൈസും കൂടി ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഫെർട്ടിലിറ്റിയും എക്സസൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ടിപ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് ടീച്ചേഴ്സ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാലോ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ലെങ്ത് ആയി പോയെന്നറിയാം, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് മെസ്സേജ് അയക്കുന്നവർ കൃത്യം സൈക്കിൾ ലെങ്ത് എത്രയാണോ അത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണ് ബ്ലീഡിങ് വരുന്നത്, അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.